ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഞാൻ എണീറ്റതേ ഉള്ളതെന്നല്ല കേട്ടോ. എണീറ്റ് കുറച്ച് നേരമായി. പച്ചക്കറിക്കും എല്ലാം ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് രാവിലെ എല്ലാവർക്കും ഒന്ന് നോക്കിയതിന് ശേഷം ഞാനിപ്പോൾ അകത്തോട്ട് കയറുന്നേ ഉള്ളൂ. എല്ലാം വെള്ളമൊക്കെ ഒഴിച്ച് ചെടികൾക്കും ഒക്കെ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇനി അകത്തേക്ക് കയറുവാണ്. ഇനി നമുക്ക് ബാക്കി കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസൊക്കെ നമുക്ക് കാണാം. രാവിലെ ഇഡ്ഡലിയും സാമ്പാറും കൂടെ വെക്കാനായിട്ടാണേ. അപ്പം എൻ്റെ പച്ചക്കറി ഒന്നും കണ്ട് ചിരിക്കില്ല കേട്ടോ. എൻ്റെ വെണ്ടയ്ക്കയൊക്കെ കണ്ടോ, ഇത് കണ്ടോ, വെണ്ട അങ്ങോട്ട് ശരിയല്ല, വേറെ അരി ഇരിപ്പുണ്ട്. ഇനി അതിട്ട് കിളിപ്പിക്കണം. അപ്പം സാമ്പാറിന് ഒരുപാട് കഷ്ണങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇതൊക്കെ മതി, ഒരുപാടൊന്നും വേണ്ടല്ലോ. ഒക്കെ പിള്ളേർ കഴിക്കുന്നത് നമ്മളിരുന്നല്ലേ നല്ലത്. അല്ല കുറേ വലിച്ചു വരി ഇട്ടേച്ച് കഴിക്കത്തില്ലെങ്കിൽ പിന്നെ എന്നെ ചെയ്യും. നമ്മുടെ തക്കാളി, നമ്മുടെ കോവയ്ക്ക, നമ്മുടെ വെള്ളരിക്ക, കടക്കാരുടെ ഉരുളൻകിഴങ്ങ്, സവോള, മണിയമ്മയുടെ അവിടുത്തെ മുരിങ്ങയ്ക്ക, ഇതൊക്കെയാണ് നമ്മുടെ രാവിലെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ. ഞാനിതെല്ലാം ഒന്ന് അരിഞ്ഞ് പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളമൊക്കെ അടുപ്പേ വെക്കാമെന്ന് വിചാരിച്ചു. അവിടോട്ടൊന്ന് വെച്ചിട്ട് ബാക്കിയെല്ലാം നമുക്ക് ഇതെല്ലാം അരിഞ്ഞെല്ലാം കഴിഞ്ഞ് കാണാവേ. ഈ സാമ്പാറിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇതിനകത്ത് പരിപ്പ് ഞാൻ ചേർക്കുന്നില്ല. പിന്നെ ബാക്കി കഷ്ണങ്ങളൊക്കെ കുറവാണ്. പക്ഷേ കുറവാണെങ്കിലുണ്ടല്ലോ സാമ്പാർ നല്ല അടിപൊളി സാമ്പാറായിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറച്ചേ വെക്കുന്നുള്ളൂ. ഇവിടെ സാമ്പാർ ഇന്ന് വെച്ചാൽ ഇന്ന് കൊണ്ട് തീർക്കണം. നാളത്തേക്ക് വെച്ചാൽ അത് പിന്നെ ആർക്കും വേണ്ട. പിന്നെ കണ്ണൻ എങ്ങനെ ഒരു ഇച്ചിരി കൂട്ടിയെങ്കിലേ ഉള്ളൂ. അല്ലാതെ സാമ്പാറിനോടൊന്നും വലിയ പ്രിയയില്ല. അച്ഛൻ കൂട്ടത്തില്ല. ചേട്ടൻ പിന്നെ ഇന്ന് വെച്ചാൽ മാത്രം കൂട്ടും, നാളത്തേക്ക് കഴിക്കുകയില്ല. പിന്നെ കണ്ണനെ വിളിച്ചിട്ട് കൂട്ടുന്നത്. ഞാൻ പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഇഷ്ടങ്ങളൊന്നും ഇല്ല. അതിൻ്റെ എല്ലായിടത്തും ഒരു ഓളം മട്ടിലാണ് നമ്മുടെ കാര്യം. അപ്പം പരിപ്പൊന്നും ഇല്ലാതെ നമ്മുടെ തട്ടിക്കൂട്ടി സാമ്പാർ വെക്കാനായിട്ട് പോകണം. ഇനി കഷ്ണങ്ങളെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. അതിന് തച്ചു എൻ്റെ അടുത്ത് എന്നതോ പറയാൻ വന്നതാണെന്ന് തോന്നുന്നു. ക്യാമറ ഉണക്കി വെച്ചൊക്കെ നമ്മളോട് തിരിച്ചു പോയി. അതെന്നാന്ന് ചോദിക്കട്ടെ. സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെയാണേ. പിന്നെ നമ്മുടെ പച്ചമുളകിൽ നിന്ന് 2 പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ സാമ്പാർ പൊടിയാണ് ചേർക്കുന്നത്. ഈസ്റ്റേണിൻ്റെ പൊടി ചേർക്കുന്നത്. സാമ്പാർ പൊടി ഇച്ചിരി നല്ലപോലെ ചേർക്കട്ടോ. ഇച്ചിരി നല്ല കൊഴുപ്പ് കിട്ടും. തന്നെയല്ല സാമ്പാറിൻ്റെ ഒരു മണം ഇച്ചിരി ഇതായിട്ട് നിൽക്കും. പിന്നെ ഒരു ശകലം മല്ലിപ്പൊടിയും കൂടെ. മുളക് പൊടി ഞാൻ ചേർക്കത്തില്ല. പിന്നെ കായം, ഇതിന് കായമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇച്ചിരിയും കൂടെ കായം ചേർക്കും കേട്ടോ. ഇതിൻ്റെ അടപ്പ് പൊട്ടിച്ചതാണ്, ശരിയായില്ല. തുറക്കാൻ ഇച്ചിരിപ്പാടാ. ഞാൻ സ്ക്രൂ ഡ്രൈവർ വെച്ചാണ് തുറക്കുന്നത്. തുറന്നേച്ച് ഇടാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. പുളി തക്കാളിക്കായ്ക്ക് നല്ല പുളി കാണും കേട്ടോ, വിളഞ്ഞ തക്കാളിക്ക്. അതുകൊണ്ട് പിന്നെ പുളി പ്രത്യേകിച്ച് ചേർക്കുന്നില്ല. ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് ഒരുപാട് വെള്ളം ചേർക്കുന്നില്ല. എന്നാന്ന് വെച്ചാൽ കൊഴുപ്പിന് പ്രത്യേകിച്ച് ഒരുപാട് സാധനങ്ങളൊന്നും ഇതിനകത്തില്ല. ഒരുപാട് വെള്ളം ചേർത്ത് ഒരുമാതിരി നീണ്ട സാമ്പാറായിട്ടിരിക്കും. ഇവിടെ ഒത്തിരി നീണ്ട സാമ്പാർ ഇഷ്ടമല്ല. ഇഡ്ഡലിക്കൊക്കെ ഒരു ഇച്ചിരി കുറുകിയ സാമ്പാറാണ് ഇഷ്ടം. ഒക്കെ ഉണ്ട്. പിന്നെ കായം നമുക്ക് അല്ലെങ്കിൽ തിളച്ച് കഴിഞ്ഞ് ചേർക്കാം. ഇത് കഴിഞ്ഞ് കടുക് വറുക്കാൻ നേരം കായം ചേർക്കാം. മുരിങ്ങയ്ക്ക ഞാൻ ഇതിൻ്റെ മണ്ടക്കോട്ട് ഇങ്ങനെ വെതറി കൊടുക്കുന്നേ ഇട്ട് ഇളക്കുന്നില്ല. കാര്യം മുരിങ്ങയ്ക്ക ഒത്തിരി മൂത്ത മുരിങ്ങയ്ക്ക ഒന്നുമല്ല. അതുകൊണ്ട് നമ്മൾ അടിയിലോട്ടിട്ട് അങ്ങ് വെന്ത് പോകും. ഇനി ഞാൻ സാമ്പാർ എടുപ്പ് വെക്കട്ടെ. ഇന്നലെ വൈകിട്ട് ഞാൻ അരിഞ്ഞു വെച്ചാണ് മാങ്ങയെ. മൂവാണ്ട മാങ്ങയാണ്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ തോലി കളയാതാട്ടോ എടുത്തേക്കുന്നത്. അപ്പം അത് അച്ചാറൊക്കെ ഉണ്ട്. ഇത് ഞാൻ അരിയാൻ തുടങ്ങുമ്പോൾ മുതലുണ്ടല്ലോ ഇവിടുത്തെ 2 എണ്ണം കൂടി ഇരുന്ന് തിന്നു തീർക്കല പരിപാടി. അതുകൊണ്ട് ഞാൻ ഇന്നലെ ചേർത്ത് ഒന്നിച്ചിട്ട് കൂടുതൽ മാങ്ങാൻ മേടിച്ചുകൊണ്ട് വരണം. കാര്യം ഇവർ തിന്നു കഴിഞ്ഞ് ബാക്കി വല്ലതും വേണ്ടേ അച്ചാറിടാനായിട്ട്. അതുകൊണ്ട് ഇച്ചിരി കൂടുതൽ മാങ്ങാൻ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇവർ തിന്നാലും പിന്നെയും ഉണ്ടായിരുന്നു. അരിയുമ്പോൾ തൊട്ട് തുടങ്ങും കണ്ണനും വെച്ചും കൂടെ ഒരു ഇച്ചിരി തരാമോ എന്ന് ചോദിച്ചുകൊണ്ട്. ഇപ്പം മാങ്ങ അച്ചാറിടാനായിട്ട് തുടങ്ങണം. അപ്പോൾ വെളുത്തുള്ളി ഞാൻ പൊളിച്ച് വെച്ചായിരുന്നു കേട്ടോ. ഇതിലെ വെളുത്തുള്ളിയും പൊളിച്ച് വെച്ചായിരുന്നു. പിന്നെ നമുക്ക് ഇല്ലാത്തൊരു സംഭവം തന്നെ കറിവേപ്പില ഇല്ലെന്നേ. അപ്പോൾ ഞാൻ ഓർത്ത് ഇതിപ്പോൾ എന്നാൽ ഇട്ട് വെക്കാം. ദീപാച്ചിയോട് പറഞ്ഞാൽ അവർ അവിടെ ഇച്ചിരി കറിവേപ്പില കൊണ്ട് തരാമെന്ന് ചോദിക്കും. അപ്പോൾ അത് അന്നേരം എണ്ണയിലൊന്ന് ചൂടാക്കി അതിലേക്ക് അങ്ങ് ചേർത്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇച്ചിരി അച്ചാറും കൂടെ രാവിലെ തന്നെ ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഗീത ചേച്ചിയുടെ ഒരു വിവരവും ഇല്ല കേട്ടോ. ഗീത ചേച്ചിയുടെ ഇല്ല, ദേവൂട്ടിയുടെ ഇല്ല, ശിവാനിയുടെ ഇല്ല. ഇവർ ആരുടെ ഒരു വിവരം ഒന്നുമില്ല.
ഇനിയിപ്പോൾ കുറേ വീഡിയോയിലൂടെ പറയുന്നുണ്ട് ഇവരെവിടാണെന്നോ ഇവർക്ക് എന്നാ പറ്റിയെന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഒരു റിപ്ലൈ ഇല്ല. ഇനി എപ്പോഴാണ് നടത്തുന്നത്? ഇനി വീഡിയോ വരുമ്പോൾ നമുക്ക് വിജി വന്നു ഹായ് ഇട്ടായിരുന്നു. അതുകൊണ്ട് വിജി വീഡിയോ കാണുന്നുണ്ടെന്ന് മനസ്സിലായി. ഇവർക്കൊക്കെ സുഖമായിട്ട് ഇരിക്കുന്നതെന്ന് അറിഞ്ഞാൽ മതി, സന്തോഷം. അതുപോലെ തന്നെ ഒത്തിരി പേരോട് നന്ദി പറയാനുണ്ട് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കാല് വയ്യാതെ വന്നപ്പോഴത്തേക്ക് ജയ ചേച്ചി, അജിത ചേച്ചി, പിന്നെ നമ്മുടെ ശ്രീദേവി ചേച്ചി പൊങ്കാല ഇടാൻ പോയപ്പോൾ പറഞ്ഞ് ജീനയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. അതൊക്കെ കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. എന്നതിൽ നമുക്ക് ഒരുപാട് രക്തബന്ധങ്ങളൊക്കെ അല്ലേ, ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. ഒരുപാട് രക്തബന്ധത്തിലുള്ളവർ നമ്മളെ ഓർക്കുന്ന പോലും ഉണ്ടായിരിക്കത്തില്ല. പക്ഷെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ പരിചയപ്പെട്ടവർ നമുക്കൊരു വയ്യാഴിക വന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നു. അതുപോലെ നമ്മുടെ കുട്ടികൾക്കൊരു സംഗതിക്കാത്ത അമ്മ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒത്തിരി പേരുണ്ട്, നമ്മുടെ ബിജീസ് കിച്ചന്, ജോമ, ഇവരെല്ലാവരും. അതിലും പേര് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സോറി കേട്ടോ. അതുപോലെ നമ്മുടെ ബിജി, പിന്നെ ദേവൂട്ടിയൊക്കെ എന്നോട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയുന്നത്. എല്ലാവരും പ്രാർത്ഥനയുടെ ഇതുകൊണ്ടായിരിക്കാം. ഒരു മാസം എന്നോട് പ്ലാസ്റ്റർ ഇട്ട് നടക്കാൻ പറഞ്ഞാണ്. ഇപ്പം ഞാൻ കുറേശ്ശെയൊക്കെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുറേശ്ശെയല്ല, നല്ലപോലൊക്കെ ഞാൻ ജോലിയൊക്കെ ചെയ്യണം. കാര്യം അച്ഛൻ 1-ാം തീയതി എക്സാം, ഇനി അവളെ അടുക്കളോട്ട് കയറ്റിയാലേ ശരിയാവുകയില്ല. അതുകൊണ്ട് ശരിക്കും ഞാൻ അടുക്കള കയറിയാലേ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാവരും വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അത്രയും കഷ്ടപ്പെട്ട് ഞാൻ എടുക്കുന്ന വീഡിയോ ഒക്കെ അല്ലേ, ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമ്മുടെ കുക്കിംഗ് ചാനലൊന്നും അല്ല കേട്ടോ, കറിയും കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിലുണ്ടാക്കുന്ന രീതിക്ക് കാണിക്കുന്നത്. ഇപ്പോൾ തന്നെ സാമ്പാർ കണ്ടല്ലോ, ഏതൊരു സാധാരണക്കാരൻ്റെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും, ഉള്ളതും കൊണ്ടൊക്കെ ആയിരിക്കും സാമ്പാർ ഉണ്ടാക്കുന്നത്. അതുപോലെയുള്ള നമ്മുടെ ഇവിടെ ഒരു സാധാരണ ജീവിതമാണ്. അപ്പോൾ ഉള്ളതും കൊണ്ടൊക്കെ സാമ്പാറൊക്കെ ഉണ്ടാക്കുന്നത്. അച്ചാറിടുന്നതും ചിലർ ഇഞ്ചിയൊക്കെ ചേർക്കും. മാങ്ങയ്ക്കകത്ത് ഇവിടുത്തെ മക്കൾക്ക് ഇഷ്ടമല്ല ഇഞ്ചി ചേർക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇഞ്ചി ചേർക്കാറില്ല. പിന്നെ പച്ചമുളക് ചേർക്കുന്നവർക്ക് ഇഷ്ടമല്ല. അങ്ങനെയൊക്കെ ഇഷ്ടമല്ലാത്ത സാധനം, വെളുത്തുള്ളി ഇഷ്ടമൊന്നുമല്ല, മാറ്റി വെക്കും. അത് പിന്നെ ഞാനെടുത്തും കഴിക്കും. അതുകൊണ്ട് ഇഞ്ചി ആകുമ്പോൾ ഇവർക്ക് അറിയാൻ പറ്റത്തില്ലല്ലേ മാങ്ങയുടെ കൂടെ കിടക്കുമ്പോഴത്തേക്ക്. അന്നേരം പറയാം ഇത് കൊള്ളത്തില്ല എന്ന് അവർ പറയത്തില്ല, അല്ലാതെ ഇഞ്ചി ചേർത്തേക്കുന്നെന്ന് പറയല. അതുകൊണ്ട് ഞാൻ ഇഞ്ചി ചേർക്കുന്നില്ല. അപ്പം നമ്മുടെ ബിജീസ് കിച്ചൻ പറഞ്ഞ പോലെ തന്നെ മക്കളുടെ ഇഷ്ടത്തിന് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത്, കെട്ടിയൻ്റെ മക്കളുടെ ഇഷ്ടത്തിനാണ്, നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ അല്ല നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർ കഴിക്കുന്ന രീതിക്ക് ഉണ്ടാക്കി കൊടുക്കുന്നില്ലേ നല്ലത്. അത് തന്നെയാണ് കേട്ടോ എൻ്റെയും തീരുമാനം. നമുക്ക് അവർക്ക് ഇഷ്ടമുള്ള ആഹാരം ഉണ്ടാക്കി കൊടുക്കുക. അല്ലാതെ നമ്മൾ അത് ചേർക്കണം ഇത് ചേർക്കണമെന്ന് പറഞ്ഞ് ഉണ്ടാക്കി കൊടുത്ത് ഇവർ കഴിച്ചിട്ട് തന്നെ ചെയ്യും. പിന്നെ ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നതാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുക, എന്നാലല്ലേ അവർക്ക് ഇഷ്ടപ്പെടുള്ളൂ. അതുകൊണ്ട് ഞാൻ സാമ്പാർ അടുപ്പിരിക്കുന്നു. ഇഡ്ഡലി അപ്പുറത്ത് വെന്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഇച്ചിരി ഉലുവ പൊടിച്ചത് ഇരിപ്പില്ലായിരുന്നേ, ഞാൻ ഇച്ചിരി ഉലുവ ഇതിനകത്ത് ചേർക്കും, മാങ്ങാച്ചാറിനകത്ത്. അപ്പം ഓരോരുത്തരും ഓരോ രീതിക്കായിരിക്കും വെക്കുന്നത്. പക്ഷേ ഞാനിങ്ങനെ വെക്കുന്നത്, ഇവർക്ക് ഇങ്ങനെ വെക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഇപ്പോൾ ഉലുവ ഒന്ന് ഇച്ചിരി വറുത്ത് പൊടിക്കണം. അങ്ങനെ അതെല്ലാം ഒന്ന് സെറ്റാക്കട്ടെ. അച്ചാർ വന്നിട്ട് റെഡിയാക്കട്ടെ. കറിവേപ്പില ഇല്ലാത്തതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ട്. ഇനി എവിടെ നിന്നല്ല ഇച്ചിരി കറിവേപ്പില സെറ്റാക്കി വെക്കണം. നമ്മുടെ കരിവേപ്പിലൊക്കെ മുള പൊട്ടി ഇങ്ങനെ വരുന്നതേ ഉള്ളതേ, അല്ലാതെ വലിയ വ്യത്യാസമൊന്നുമില്ല. ചെറുതായിട്ട് ഇങ്ങനെ മുള പൊട്ടിക്ക് വരുന്നത്. ഇനി അകത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ട് പുറത്ത് കുറേ ഉണ്ട്, ഇന്നലെ കൊണ്ടുവന്ന മടലല്ല, അതെല്ലാം ഒന്ന് വെട്ടിയെടുക്കണം. ഓല ഈർക്കിലി ചെയ്യാൻ പറ്റിയതുണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ടുള്ള എടുത്ത് വെക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം ബിസിലടിക്കും കുക്കറിൻ്റെ. അതിലും പറയുന്നത് നിർത്തി. ഉലുവ ഇത് കഴുകി വാരി വെച്ചേക്കുന്ന ഉലുവയാണ്. ഇച്ചിരി കൂടുതൽ പൊടിച്ച് വെച്ചേക്കും. കാര്യം എന്നാന്ന് വെച്ചാൽ എപ്പോഴേലും എന്നൊരു നേരത്തെ പൊടിച്ച് വെച്ച് തീർന്നേക്കുന്നുണ്ട്. ചില സമയത്ത് ഒരു ഇച്ചിരി ഉലുവ പൊടി എടുക്കണമെന്ന് തോന്നുന്നുണ്ടല്ലോ, ഒട്ടും കാണിയല്ല. ഇനി നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കട്ടെ. സാമ്പാർ വെന്തു. നേരേക്ക് ഒരു ശകലം കൂടെ കായം ചേർക്കണം. ഇച്ചിരി ഉപ്പും കുറവുണ്ട്. ഇച്ചിരി ഉപ്പും കൂടെ ചേർത്താൽ കടുകും കൂടെ വറുത്താൽ സാമ്പാർ റെഡി. അടങ്ങിയിരിക്കും, കളയാതെ. നല്ല കുറുക്കൊക്കെ ഉണ്ട് കേട്ടോ. അത്രയും കഷ്ണം ഇട്ടുള്ളെങ്കിലും സാമ്പാറിന് കുഴപ്പമൊന്നുമില്ല. ഉപ്പും പുളിയൊക്കെ ഉണ്ട്. പുളി ചേർത്തിരുന്നെങ്കിൽ ഭയങ്കര പുളിയായിപ്പോയനെ. തക്കാളിക്കായ്ക്ക് നല്ല പുളിയുണ്ട്. ഇനി ഇതിന് കടുക് വറുക്കാണ്ട്. എന്നാന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, നമ്മൾ എന്നാ കറിക്കാണേലും ഒരു ഇച്ചിരി കറിവേപ്പില ചേർക്കുന്ന ഒരു പ്രത്യേക രുചി തന്നെയാണ് കേട്ടോ. കറിവേപ്പിലയുടെ ആ ഒരു ഇതും കൂടെ വരുമ്പോഴാണ് ടേസ്റ്റ് കൂടുന്നത്. ഇപ്പം എത്ര നാളായെന്നറിയാം കറിവേപ്പില ചേർത്ത് കറി വെച്ചിട്ട്. മീൻ കറിക്കൊക്കെ ആണെങ്കിലും ആ പച്ചക്കറിവേപ്പില ഇടുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക രുചിയാണ്. എൻ്റെ കാലൊക്കെ വയ്യാതായി പോയിട്ടാണ്, ഇല്ലെങ്കിൽ ഞാൻ ആ താരപ്പറമ്പിലിറങ്ങി കരിവേപ്പിൻ്റെ ചൂടൊക്കെ ഒന്ന് സെറ്റാക്കി ഇച്ചിരി ചാണകമൊക്കെ ഇട്ട് കൊടുത്ത്
ഒന്ന് റെഡിയാക്കി എടുത്തായിരുന്നേനെ. ഇതിപ്പം ഒരു വയ്യാഴികയും വന്ന് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല നമ്മുടെ വീട്ടിലുള്ളവർ മൊത്തം നിൽക്കുക. ഇത് കടും കൂടെ വറുത്ത് കഴിഞ്ഞ് കണ്ണം വന്നില്ല. അവന് 9 മണിയൊക്കെ ആകും വരുമ്പോഴത്തേക്ക്. ചേട്ടന് കഴിക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. കണ്ണൻ്റെ പുതിയ ഹെയർ സ്റ്റൈലൊക്കെ കണ്ടോ? ആ മുടി വീഴും കഴിക്കാതെ. അങ്ങനെ തൂക്കാതെ. ഇങ്ങനെയാണോ നീ ചെയ്യിക്കൊണ്ട് പോയത് അല്ലേ? പിന്നെ സാമ്പാർ എങ്ങനെ ഉണ്ടോ? ഇഷ്ടപ്പെട്ടോടാ? സാമ്പാർ ഇഷ്ടപ്പെട്ടോ? ആ കുഴപ്പമില്ലാന്നല്ല, കൊള്ളാമെങ്കിൽ നല്ലതാന്ന് പറയണം. നീ നിന്റെ അപ്പം പറയുന്നത് അങ്ങനെയല്ല, കഴിക്കുന്നവരല്ലേ തീരുമാനിക്കട്ടെ. ഞാനങ്ങനെ പലതും പറയും. ആണോ? കഴിക്കുന്നവരാ തീരുമാനിക്കണ്ടേ കൊള്ളാവോ ഇല്ലയോ എന്നൊക്കെ. ഒരു ഡെല്ലിയും കൂടെ എടുക്കടാ. ഒരെണ്ണം കൂടെ കഴിക്കടാ. ഇച്ചിരി സാമ്പാർ കൂട്ടി ഒറ്റ ഒരെണ്ണം കൂടെ. ഒറ്റ ഒരെണ്ണം. നിനക്ക് സാമ്പാർ ഇഷ്ടമുള്ളതല്ലേ? സാമ്പാർ അടിപൊളിയാണല്ലോ എന്ന് പറഞ്ഞാൽ മതി. നേരത്തെ ഒന്ന് ഞാൻ സാമ്പാർ വെച്ചാൽ കൊള്ളത്തേ ഇല്ലായിരുന്നല്ലേ കോച്ചേട്ടാ? ഇല്ല ആദ്യമൊക്കെ ഇല്ല. ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം സാമ്പാർ നല്ലതായിട്ട്. പാണ്ടി ആ സാമ്പാർ വെച്ചാൽ ഒട്ടും ശരിയാത്തേ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു വെക്കാണ്ട്. അങ്ങനല്ല, ഒരു ടേസ്റ്റ് തോന്നത്തില്ലായിരുന്നു. ഇപ്പൊ പക്ഷെ സാമ്പാർ നല്ലതായിട്ട് വെക്കാൻ അറിയാം. ഒരുമാതിരി കളറില്ലാത്ത പോലെ ഇരിക്കുമായിരുന്നു സാമ്പാർ വെച്ചാൽ. ഈസ്റ്റേൺ സാമ്പാർ പൊടി. ഈസ്റ്റേൺ സാമ്പാർ പൊടി ഇടുന്നത്. അന്നും അതൊക്കെ വരുന്നിരുന്നത്, പക്ഷെ എന്നാലും അങ്ങോട്ട് ശരിയാകത്തില്ലായിരുന്നു. അച്ചുക്കുട്ടൻ വീഡിയോയിൽ വരികയല്ലെന്നുള്ള വാശിയിലാണ്. ഫോൺ കൊടുക്കാൻ തന്നെ. ഞാൻ നാരങ്ങയാണേലും മാങ്ങയാണേലും എന്നെ അച്ചാറിട്ടുണ്ടല്ലോ വെളിച്ചെണ്ണ എടുക്കത്തില്ല, വെജിറ്റബിൾ ഓയിലാണ് എടുക്കുന്നത്. കാര്യം വെളിച്ചെണ്ണയ്ക്കകത്ത് ഒഴിക്കുന്നതൊക്കെ നല്ല ഇതായിട്ടിരിക്കുന്നത് വെജിറ്റബിൾ ഓയിലിനകത്താണ്. കടുക് ഇട്ടു. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് ഇരയ്ക്കാൻ വെളുത്തുള്ളിയും കൂടെ ചേർക്കേ. ആവശ്യത്തിനുള്ള മുളക് പൊടി. എന്നിട്ടത് നല്ലപോലെ എണ്ണയിലിട്ട് ഞാനൊന്ന് മൂപ്പിച്ചെടുക്കും. എന്നിട്ട് ശകലം ഉലുവാപ്പൊടി, കായപ്പൊടി, ആവശ്യത്തിനുള്ള വിനാഗിരിയും കൂടെ ഒഴിക്കേ. വിനാഗിരി ഒഴിച്ചേച്ച് ഉപ്പ്, എന്നിട്ട് മാങ്ങ അരിഞ്ഞ് വെച്ചേക്കുന്ന മാങ്ങയും കൂടി ഇടും. ഇനി ഇതിലേക്ക് ഗ്രേവി ഇച്ചിരി കൂടെ വേണമെന്നുണ്ടെങ്കിൽ വിനാഗിരി ഒഴിച്ചാൽ കേട്ടോ. മാങ്ങ എത്ര നാൾ വേണേലും ഇരുന്നോളൂ, ശകലം പോലും പൂക്കത്തില്ല കേട്ടോ. ഉപ്പും എരിവെല്ലായി. നമ്മൾ ഈ തിളച്ച് വിനാഗിരിക്കകത്തോട്ട് ഇടുന്നുണ്ട്. മാങ്ങ ആ ചൂടിക്കിടന്നൊന്ന് വാടിക്കോളൂ. ഒത്തിരി അങ്ങോട്ട് വന്നിട്ട് വേവിക്കണ്ട.
രാവിലെ മാങ്ങാച്ചറിട്ട് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ അച്ചുവിന് ഒരു നിർബന്ധം, ഇച്ചിരി ഇഞ്ചിക്കറി ഉണ്ടാക്കാവോ, ഇച്ചിരി പരിപ്പ് കറി ഉണ്ടാക്കാവോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അച്ചു നിൽക്കുന്നേ. അപ്പം അച്ചുവിന് ഇത് ഉദ്ദേശം എന്നാന്ന് വെച്ചാൽ സദ്യ ഉണ്ണുന്ന പോലെ ഇച്ചിരി ഇലക്കകത്ത് കഴിക്കാനാണ്. സദ്യയുടെ വിഭവങ്ങളൊന്നുമില്ല, അവിയലോ അങ്ങനെ ഒന്നും ഇതായിട്ടൊന്നുമില്ല കേട്ടോ. രാവിലെ വെച്ച സാമ്പാർ ഒരു കുറച്ചിരിപ്പുണ്ട്. രാവിലത്തെ സാമ്പാർ ശരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതുകൊണ്ട് സാമ്പാർ ഒരു ശകലം ഇരിപ്പുണ്ട്. പിന്നെ ഉള്ളത് ഇഞ്ചി ഇച്ചിരി ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഇഞ്ചിക്കറി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പരിപ്പ് അടുപ്പിൽ വെക്കാനായിട്ട് തുടങ്ങുന്നു. അപ്പോൾ ഇത്രയും ആയി കഴിയുമ്പോഴത്തേക്ക് പുള്ളിക്കാരി അറിയാം, അമ്മ ഇച്ചിരി പാൽപ്പായസവും കൂടെ ഇല്ല. കുറച്ച് അരി ഇരിപ്പുണ്ട്. എല്ലാവർക്കും ഇവിടെ ഒരു നേരത്തേക്കുള്ള പായസമൊക്കെ ഉണ്ട്. സദ്യയുടെ ആ ചോറിൻ്റെ കൂടെ ഇച്ചിരി കഴിക്കാനുണ്ട്. അപ്പം ഞാൻ പാത്രം പറഞ്ഞ് മീൻ മേടിക്കുന്നെങ്കിൽ മേടിച്ചാൽ മതി, ഇത്ര ഉള്ളതിൻ്റെ ഇടയ്ക്ക് ഇനി മീനും കൂടെ കൊണ്ടുവന്നാൽ പിന്നെ ഇതെല്ലാം കൂടെ കൂട്ടി കഴിക്കത്തുള്ളൂ. മീൻ നാളെ എല്ലാം മേടിച്ചോണ്ട് വരുമോ എന്നറിയത്തില്ല. ചേട്ടന് മീനില്ലാതെ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ പപ്പടമൊക്കെ കൂട്ടി എന്നാൽ പിന്നെ ഞാൻ ഓർത്ത് ഇന്ന് അവധിയാണ്, രണ്ടുപേരും ഇവിടെ ഉണ്ട്, രണ്ടുപേരും വീട്ടിലുണ്ട്. എന്നാൽ പിന്നെ ഒരു കുഞ്ഞു സദ്യ, വലിയ സദ്യ ഒന്നും അല്ല കേട്ടോ, ഒരു ഊമ്പിരിക്ക സദ്യ. അപ്പം അതൊന്ന് റെഡിയാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഇഞ്ചിക്ക് ഞാൻ ഇഞ്ചി എല്ലാം അരിഞ്ഞെല്ലാം എടുത്ത് വെച്ചു. പരിപ്പെടുപ്പ് വെക്കാണ്ട് തുടങ്ങുന്നു, അരി അടുപ്പിടാൻ തുടങ്ങുന്നത്, എല്ലാം തുടങ്ങുന്നതേ ഉള്ളൂ. അച്ചാർ മാത്രമേ റെഡി ആയിട്ടുള്ളൂ, ബാക്കിയെല്ലാം സെറ്റായിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ ഈ കുഞ്ഞു സദ്യ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാവേ. വലിയ ഇതായിട്ടൊന്നും കേട്ടോ, സദ്യ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു ഇച്ചിരി ഇഞ്ചിക്കറി അച്ചാറും, പിന്നെ പിള്ളേർക്ക് ഇഷ്ടം ഇതൊക്കെ ആണെങ്കിൽ അതും ഒരു സദ്യ തന്നെയാണ് ഇല്ലേ. കുഞ്ഞുങ്ങളുടെ ഇഷ്ടമാണ് നമ്മൾ നോക്കുന്നത്. അവർക്ക് ആ ഇഞ്ചിക്കറി ഇവിടെ അവിയൽ വെച്ച് അച്ചു കൂട്ടത്തില്ല. അതുകൊണ്ട് പിന്നെ എല്ലാം ഞാൻ കുറേശ്ശേ വെക്കുന്നില്ലേ. പരിപ്പറിയൊക്കെ ഇന്നൊരു ദിവസത്തേക്ക് എടുക്കത്തുള്ളൂ, നാളത്തേക്ക് ഫ്രിഡ്ജിലോട്ട് വെച്ച് അവിടെ ഇരിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാം ഇച്ചിരിയും വെച്ച് ഒരു കുഞ്ഞിക്ക സദ്യ ഉണ്ടാക്കുവാണ്. അപ്പം അരി ഇനിയിപ്പം അടുപ്പിലോട്ട് അതും കൂടെ അങ്ങിടാമെന്ന് വിചാരിച്ച്. അവിടെ പായസത്തിൻ്റെ എല്ലാം അവിടെ നിന്ന് അരി അവിടെ നിന്ന് വെന്തോളൂല്ലോ. വെന്ത് കഴിയുമ്പോഴത്തേക്ക് ബാക്കിയെല്ലാം റെഡി ആയിക്കോളും. അപ്പം ഞാൻ ഇനി പാത്രങ്ങളെല്ലാം എടുക്കട്ടെ. പായസമൊക്കെ വെക്കുമ്പോഴത്തേക്ക് നല്ല പാത്രം വേണം. വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ വെച്ച പാത്രമാണെങ്കിൽ ഉണ്ടല്ലോ, അതിനകത്ത് പാലൊക്കെ ഒഴിക്കുമ്പോൾ പിരിഞ്ഞു പോകും. അതുകൊണ്ട് വേറെ പാത്രം. അപ്പോൾ പാൽപ്പായസം ആകുമ്പോഴത്തേക്ക് മുന്തിരിങ്ങ അണ്ടിപ്പരിപ്പ് ഒന്നും അങ്ങനെ വേണ്ടല്ലോ. ഇച്ചിരി പഞ്ചസാര ഇട്ട് ഇച്ചിരി നെയ്യ് ഒഴിച്ച് പിന്നെ ഏലക്കായും പൊടിച്ചിട്ടാൽ മതി, അത് മതി വെക്കുക, അതാണ് ഇഷ്ടം. അപ്പം ഞാൻ പറഞ്ഞ് സേമിയ വെക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് സേമിയ മേടിക്കണം, അണ്ടിപ്പരിപ്പ് മേടിക്കണം, മുന്തിരി, ഇത്രയും ഒരുപാട് സാധനങ്ങൾ മേടിക്കണം. അന്നേരം എന്നോട് പറഞ്ഞു എന്നാൽ ഒരു ഇച്ചിരി പാൽപ്പായസം ഉണ്ടാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അതാട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ പാൽപ്പായസത്തിൽ മുന്തിരിങ്ങ അണ്ടിപ്പരിപ്പ് ഇടുന്നവരുണ്ട് കേട്ടോ. ഇവിടെ ഉണ്ടാക്കിയാനിട്ട് കേട്ടോ, ഇല്ലാത്തതുകൊണ്ടാണ് ഇടാത്തത്. അപ്പം നമുക്കിന്ന് ഇതും കൂടെ ഇനി എല്ലാം പതിയെ റെഡിയാക്കാം. അപ്പോൾ ഇച്ചിരി സ്പീഡിൽ ജോലി ചെയ്യണം, എത്രയും കാര്യങ്ങൾ ചെയ്യണ്ടേ. അതുകൊണ്ട് പിന്നെ വലിയ പാടൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, കാല് വയ്യാത്തതുകൊണ്ട് ഒരു നടപ്പിനൊരു സ്പീഡ് കുറവെന്നേ, ആ ഒരു പ്രശ്നമേ ഉള്ളൂ. എല്ലാം ഇങ്ങനെ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും, നടപ്പിനൊരു സ്പീഡ് കുറവ്. അപ്പം അതും കൂടെ ഒന്ന് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. സാമ്പാർ അടിപൊളിയായിരുന്നു കേട്ടോ, ഒരു ഇച്ചിരി സാമ്പാറേ ഉള്ളൂ ഇനി ഉച്ചക്കത്തേക്ക്. അപ്പം നമുക്ക് കുഞ്ഞു സദ്യ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അച്ചാർ ഇച്ചിരിയും കൂടെ ഒന്ന് ചൂടാറിയിട്ട് വേണം ഒന്ന് അടച്ച് കുപ്പിയിലോട്ടൊക്കെ ഒന്ന് ആക്കി വെക്കാണ്ട്. നമ്മൾ ഈ ചൂടോട് കൂടി വെച്ചാണ്ടല്ലോ, ആ വെള്ളത്തിൻ്റെ ഈർപ്പം വേണം, അച്ചാർ പെട്ടെന്ന് പൂത്തു പോകും കേട്ടോ. ഇത് മുഴുവൻ അടച്ച് വെക്കുന്നില്ല, പകുതി അടച്ച് വെക്കുന്നുള്ളൂ. അന്നേരം അതിനകത്ത് ചൂട് വെള്ളോട്ട് പോവുകയും ചെയ്തോളും. പിന്നെ നമ്മുടെ പരിപ്പ് കുക്കറിലോട്ട് വെച്ചു. അതിനകത്തോട്ട് ഒരു ശകലം ഉപ്പും കൂടെ ചേർത്ത്, ചെറുപയർ പരിപ്പാണേ, ഉപ്പും കൂടെ ചേർത്ത് അതിനി വേകട്ടെ. ഓരോന്നും ഓരോ അടുപ്പിലോട്ട് വെച്ചു. പരിപ്പ് കറി ബിസിൽ 2 വന്നു, ഞാൻ തീ കുറച്ച് വെച്ചേക്കുവാണേ. പിന്നെ ഇത് നമ്മുടെ പായസത്തിനുള്ള അരി, ഇത് നമ്മുടെ ചോറ് വെക്കാനുള്ള അരി, എല്ലാം ഓരോ 3 അടുപ്പിലും 3 ഇതായി. ഇനി ഇതെല്ലാം ഒന്ന് വെന്ത് ഇതായി കഴിഞ്ഞാൽ അരി തിളച്ച് കഴിഞ്ഞാൽ കുക്കറിലോട്ടങ്ങ് മാറ്റാം. ബാക്കിയൊക്കെ ഒന്ന് മാറുന്നതനുസരിച്ചാണ് ബാക്കി അടുപ്പിലോട്ട് വെക്കാനുണ്ട്. നമ്മുടെ പാൽപ്പായസത്തിൻ്റെ പാത്രമൊക്കെ മാറി കേട്ടോ, അതിനകത്ത് കൊള്ളുകയില്ല. അത് വെന്ത് വന്നപ്പോഴത്തേക്ക് അതിനകത്ത് കൊള്ളത്തില്ല, അതുതരം വേറെ പാത്രത്തിലോട്ടും കൂടെ മാറ്റി, അല്ലേ പിന്നെ വെന്ത് വരുമ്പോഴത്തേക്ക് അടിക്ക് പിടിക്കും. 1 കവർ പാലും ഒന്ന് ഒഴിച്ചേ. ഞാനിവിടെ ചോറും കറി അങ്ങനത്തെ സമയമൊന്നും ആയില്ലല്ലോ. ഇത് ഇഞ്ചിക്കറി വെക്കാനായിട്ട്. പാൽപ്പായസം. അയ്യോ എന്റെ കമ്മല്.
ഈ ഉണ്ടാക്കുമ്പോൾ സ്നേഹമൊക്കെ ഉള്ളല്ലോ, അല്ലാത്ത പിന്നെ സ്നേഹമൊന്നും ഇല്ലല്ലോ. അച്ചു കുറേ ദിവസം കൊണ്ട് ഇരുന്ന് ഇച്ചിരി പാൽപ്പായസം ഉണ്ടാക്കി. ആ കണ്ണമ്മൂനും പറഞ്ഞു കേട്ടോ, രണ്ടുപേരും. ഇഞ്ചിക്കറി വെക്കാണ്ടുള്ള ഇഞ്ചി അല്ല ഇനി എണ്ണയിലിട്ട് വറക്കാൻ തുടങ്ങുവാണേ. എൻ്റെ കൂടെ അടുക്കള വന്ന് നിൽപ്പുണ്ട്, ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് നോക്കാനായിട്ട്. പിന്നെ നിനക്ക് ഇഞ്ചിക്കറി ഇഷ്ടമല്ലേടാ? പായസം മാത്രം മതിയായിരിക്കും. ഇഞ്ചി ഞാൻ കനം കുറച്ച് റൗണ്ടിലരിഞ്ഞാണേ വറക്കുന്നത്. പഞ്ചസാര ഇടുന്നില്ല പായസത്തിനകത്ത്, ഇടുന്നില്ല. ഓ പഞ്ചസാരയൊക്കെ എന്നതിനാ പായസത്തിനകത്ത്? ഓ വേണ്ട, ഓ പഞ്ചസാര ഒന്നും ഇടത്തില്ലടാ പായസത്തിനകത്ത്. അറിയത്തില്ലായിരുന്നു ഒന്നും. പാലൊഴിക്കുക മാത്രമേ ഉള്ളൂ. അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നു കേട്ടോ. നിനക്കറിയണ്ട, നിനക്കറിയാം. ആണോ? നിനക്ക് പഞ്ചസാര ഒന്നും ചേർത്തില്ല, വെന്തില്ല. കൊച്ചത് വെന്തില്ല. ഇപ്പൊ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അതിനൊന്നും ചേർന്നിട്ടില്ല. പിന്നെ എന്റെ കണ്ണ, എന്നെ നീ ഇങ്ങനെ സ്നേഹിക്കല്ലേ? എന്നെ ഇതിനകത്തൊരു തള്ളി ഇടല്ലേ എണ്ണക്കകത്തോട്ട്. എന്റെ കാലൊരു തരത്തിൽ ഞാൻ ബാലൻസ് ചെയ്തിരിക്കുന്നത്. ഇഞ്ചിക്കറിക്കുള്ള ഇഞ്ചി വറുത്തോണ്ടിരിക്കുന്നേ ഉള്ളേ, മൂത്തില്ല. ഇനി ഇഞ്ചി തന്നെയാണ് ആദ്യമായിട്ട് വറക്കുന്നത്. ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു, അങ്ങനെയല്ലേ? ചെറുക്കൻ എൻ്റെ അടുത്ത് തോന്നിരുന്നു ഈ വെള്ളം വെക്കുള്ള പറയുന്നതെല്ലാം മറന്നുപോയി ഞാൻ എന്നതാ പറഞ്ഞെന്നുള്ളത്. ആ ഇതിലേക്ക് ഞാൻ ഏലക്ക ഇടണം. ഞാൻ സാധാരണ ഒത്തിരിയൊക്കെ ഉള്ളപ്പം പഞ്ചസാര ഏലക്കയും കൂടെ മിക്സിയിലിട്ട് പൊടിച്ചാണ് എടുക്കുന്നത്. ഇതിപ്പോൾ ഇച്ചിരി അല്ലേ ഉള്ളതുകൊണ്ട് ഒരു ശകല ഏലക്ക മതിയല്ലോ. ഇന്നൊരു വെന്തില്ല, ചൂടാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കുവാണ്. ഇവിടെ പാൽപ്പായസം എന്ന് പറഞ്ഞാൽ പാലിനേക്കാൾ കൂടുതൽ പഞ്ചസാരയാണ് ഇവർക്ക് ആവശ്യം. അതാണ് ഇവരുടെ പാൽപ്പായസം. പാലില്ലേലും ഇവർക്ക് കുഴപ്പമില്ല, പഞ്ചസാര നല്ല പോലെ വേണം. മധുരമുണ്ട്, എന്നാലും വന്നിട്ട് പറയൂന്നേ മധുരമില്ലെന്ന്. അതാ ഈ രണ്ടെണ്ണത്തിൻ്റെ സ്വഭാവം. ഇഞ്ചി മൂത്ത് അതിന് കോരിയെടുക്കാവേ. സാധാരണ എല്ലാവരും ഇഞ്ചി ഉണ്ടല്ലോ ഇങ്ങനെ നല്ലപോലെ മൂത്ത് കഴിയുമ്പം കൈ കൊണ്ടോ എന്തെങ്കിലും ഒന്ന് ചില മിക്സിയിലിട്ട് ഒന്ന് കറക്കി അങ്ങനെയാണ് എടുക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ഈ പിള്ളേരുണ്ടല്ലോ ഈ ഇഞ്ചി തിന്നത്തില്ലെന്നേ, അങ്ങനെ കറക്കി ഇട്ടാലും അവർക്കത് ഇഷ്ടമല്ല. ഇനി ഞാൻ എന്നാന്ന് അറിയാം, മൊത്തം കൂടെ അങ്ങ് അരയ്ക്കും. ഇവിടെ ഇഞ്ചിക്കറി ഞാൻ അങ്ങനെ വെക്കുന്നത്, ചേട്ടൻ്റെ അമ്മ എന്നെ അങ്ങനെ വെക്കാൻ പഠിപ്പിച്ചു. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഇഞ്ചി ഇങ്ങനെ കുത്തി ചതച്ച് ചില നീര് കളഞ്ഞൊക്കെ ചിലപ്പോൾ ഇഞ്ചിക്കറി വെക്കുന്നത്, ചിലപ്പോൾ തേങ്ങ ചേർത്ത് വറുത്തരച്ച് വെക്കും. ഇത് ഇവിടുത്തെ ചേട്ടൻ. പക്ഷേ ഇതൊക്കെ അച്ചുവിനും കണ്ണനൊക്കെ ഇങ്ങനത്തെ ഇഞ്ചിക്കറിയാണ് ഇഷ്ടം. ചേട്ടനാണേലും ഒക്കെ ഇങ്ങനത്തെ ഇഞ്ചിക്കറി ഇഷ്ടം. പിന്നെ അതിൽ തന്നെ ശകലം കൊച്ചുള്ളിയും കൂടെ അങ്ങ് വറുത്തെടുക്കുവേ. അതും നല്ലപോലെ വറുത്തെടുക്കും. കടുക് വറക്കാൻ നമ്മൾ എടുക്കത്തില്ലേ, അതുപോലെയാണ്
എടുക്കുന്നത്. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് ഞാൻ മാറ്റി വെക്കും കേട്ടോ, ഈ ഇഞ്ചിക്കറി വെക്കുമ്പോൾ കടുക് വറക്കാനായിട്ട്. ഉള്ളിയും വറുത്തെടുത്ത്, ഉള്ളിയാണേലും ഇഞ്ചി ആണേലും ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകുന്ന പോലെ വറക്കല്ലേ. വറുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇഞ്ചിക്കറിയുടെ ടേസ്റ്റേ അങ്ങ് മാറും. തീ ഓഫ് ചെയ്യട്ടെ. ഇനിയിപ്പം ഇഞ്ചി വറുത്തതും കൂടെ, അല്ല ഉള്ളി വറുത്തതും കൂടെ കോരിയെടുത്ത്. നീ തല്ല് മേടിക്കും കേട്ടോ. ഇവിടെ നിൽക്കുന്ന വാഴയിലല്ലേ നോക്കി, ആ പറമ്പിലെ വാഴയിലുണ്ടല്ലോ. 2 എണ്ണം കൂടെ പോയിട്ടുണ്ട്. പേടിച്ച് തുറികളാ രണ്ടും. അതേ നോക്കടി. 2 എണ്ണം കൂടെ ഇലയൊക്കെ വെട്ടി ഇത് ഡൈനിങ് ടേബിളിലോട്ട് വെച്ച് തുടച്ചെടുക്ക്. എന്നതാടാ ഇവിടെ കിടന്ന് ഭയങ്കര എന്നെ ആയിരുന്നു ഇവിടെ കിടന്ന് ഭരണം നീ. ഓ അതാണോ വലിയ കാര്യമാണ്? അത് നീ പേടിപ്പിക്കൂല്ലോ. ഒരു സന്തോഷം നിനക്കുണ്ടാവും. ഇഞ്ചിക്കറിക്കകത്തോട്ട് ഇത് ഞാൻ ഇഞ്ചിയും ആ ഉള്ളിയും കൂടെ പൊടിച്ചതാണേ. പൊടിച്ച് വെച്ച് അതിനകത്തോട്ടൊരു ശകലം മുളക് പൊടി, ഒത്തിരി മുളക് പൊടി ഇടത്തില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഇഞ്ചിക്കൊക്കെ നല്ല എരിവുള്ള കൂടെ മുളക് പൊടി നമ്മൾ ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര എരിവായിരിക്കും. ശകലം മുളക് പൊടി, തീ കുറച്ചിട്ട് അതിൻ്റെ ഒരു ഇച്ചിരി മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ പുളി പിഴിഞ്ഞോള് തുമ്മും ആരാണ്ട് എൻ്റെ കാര്യം പറയുന്നുണ്ട്. പുളിയെ അത് ഞാൻ പറഞ്ഞില്ലേ, ആ സൈസ് പുളിയാന്നേ. ഇതിനകത്തുനിന്ന് ഇങ്ങനെ എടുക്കുന്ന നടക്കുള്ളൂ, നിറച്ചും കുരുവും. ഒരു ഇച്ചിരി വെള്ളം ഇതിനകത്ത് ഇങ്ങനെ ഒഴിച്ചെടുത്ത് കഴിഞ്ഞ് ഒത്തിരി ഒഴിക്കല്, കുറച്ച് മതി. ഇനി ഇത് നല്ലപോലെ അരച്ചുകൊണ്ട് വെക്കാം. ഇഞ്ചിക്കറിക്കുള്ളതെല്ലാം അരച്ചുകൊണ്ട് വന്നേ. അത് കഴിഞ്ഞ് വെച്ച് അതിലേക്ക് ഉള്ളി, ഒരു 2 പച്ചമുളകും കൂടെ, എണ്ണ ഇഞ്ചി വറുത്ത എണ്ണ തന്നെയാണിത്. അതിനകത്തോട്ട് ഉള്ളിയും പച്ചമുളകും കൂടെ വറുക്കാനിട്ടത് കടുകിട്ടത്. എന്നിട്ട് ഏതൊക്കെ ഒരു 2 ഉണക്കമുളകും കൂടി ഇട്ട് വറുത്ത് ഇനി അതിലേക്ക് നമ്മുടെ അരച്ച് വെച്ചേക്കുന്ന ഇഞ്ചി പുളിയും മുളക് പൊടി എല്ലാം കൂടി ഇട്ട് അരച്ചില്ലേ, അത് എണ്ണയിലിട്ടോ നല്ലൊരു മൂപ്പിക്കുക. എന്ന് വെച്ചാൽ പച്ച മുളക് പൊടിയല്ലേ നമ്മൾ ചേർത്തത്, അതുകൊണ്ടാണ് ഇതിനകത്തിട്ട് മൂപ്പിക്കുന്നത്. ജാറും കൂടെ ഒന്ന് കഴുകിക്കൊണ്ടിട്ട് ഇത് നമ്മൾ ആ വറുത്ത എണ്ണയ്ക്കകത്തോട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ജാറ് കഴുകിയ വെള്ളവും കൂടെ ഒഴിക്കും. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതിലേക്ക് ഒരു കഷ്ണം ശർക്കരയും കൂടെ ഞാൻ ചേർക്കുവേ. അത് ഇതിനകത്ത് കിടന്നങ്ങ് അലുത്തോളും. ഒരു ചെറിയ മധുരവും എരിവും പുളിയും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ഇവിടെ ഇവർക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനത്തെ ടേസ്റ്റ്. വെച്ച് നോക്കിക്കടി.
കുഴപ്പമില്ല എൻ്റെ പൊന്നല്ലേ. കൈ കാണിച്ച് ചൂടാ, അതാ ചൂതി. ഇഷ്ടപ്പെട്ടോ? മുളകിൻ്റെ അരിയായിരിക്കും. മധുരമൊക്കെ അല്ലേ കണ്ണന്? നിനക്ക് വേണ്ടല്ലോ, ഒരു നീ കുറ്റം പറഞ്ഞിട്ട് നിൽക്കുന്നേടാ. ഇഞ്ചിക്കറി വേണോ? നീ കൂട്ടി നോക്കുമോ അതിനെ? അയ്യോ തട്ടി. നീ എന്നിട്ട് പറഞ്ഞു നിനക്ക് വലിയ ഇതൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ്. കൈ കാണിച്ചേ. അയ്യോ ചൂടില്ല, പോടാ ചൂട്. എന്നാണ് ഇറക്ക, ഞാൻ പൊള്ളിക്കോ അങ്ങനെ? എനിക്കറിയാം, നീ ഇത് പറയാതെ വരുന്നതെന്നുണ്ടെങ്കിൽ വേണം ഇച്ചിടെ. ചൂടില്ലട ചെറുക്ക. കൊള്ളത്തിലായിരിക്കും. കൊള്ളാമെന്ന് പറയണമെന്നുണ്ടെന്നോ അതോ കൊള്ളത്തില്ലെന്ന് പറയണമെന്നുണ്ടെന്നോ? കോവയ്ക്ക മെഴുക്കുവരട്ടി റെഡിയായി. ഇനി പരിപ്പ് വെന്ത് ഇതിലേക്ക് അരപ്പും കൂടെ ചേർത്താൽ മതി. തേങ്ങയും ജീരകവും ഒരു കുഞ്ഞി കഷ്ണം വെളുത്തുള്ളിയും കൂടെ ചേർത്താണ് പരിപ്പിന് ഞാൻ അരയ്ക്കുന്നത്. പിന്നെ മഞ്ഞളും. പരിപ്പറി ഇത്രയും ലൂസായിട്ട് എടുക്കുന്നില്ലെന്ന് വെച്ചാൽ ഇച്ചിരി കഴിഞ്ഞ് തണുക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഇതങ്ങ് കട്ടി കൂടി വരും. വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അട പോലെ ഇരിക്കും നമ്മളിപ്പോൾ തന്നെ കുറുക്കിയെടുത്താൽ. അങ്ങനെ ഉച്ചക്കത്തേക്കുള്ള ചോറും കറിയും എല്ലാം റെഡിയായി. എല്ലാം ചെയ്തായിരുന്നു, പക്ഷെ പപ്പടം കാച്ചുന്ന കാര്യം മാത്രം മറന്നുപോയി. എടുത്തു വേണം. എടുത്തു വെക്കാം. വെള്ളവും കൂടെ എടുത്തു വെക്കേ. നിന്നോട് ഞാൻ വിളമ്പാൻ പറഞ്ഞപ്പോഴത്തേക്ക് നീ പോയി ഇരുന്നല്ലേ. വിളമ്പടം. കണ്ണന് മടുത്തോ ഇതൊക്കെ? അതിനടാ സ്വന്തം വീട്ടിൽ ഇപ്പൊ നിനക്ക് രസക്കുറവായത്. ഇല്ലേ? ഇല ഇങ്ങനെ തന്നെയാണോ ഇടേണ്ടത്? ആ ശരിയാ. ഒരു കുഞ്ഞു സ്പൂണും കൂടെ എടുക്കുമോനെ. കറിയൊന്നും വലുതായിട്ടൊന്നും ഇല്ല കേട്ടോ പാച്ചേട്ടാ, ചുമ്മാ കുഞ്ഞായിട്ടൊരു. നല്ല അച്ചുവിന് ഇഷ്ടപ്പെട്ടു. അവള് അതിൻ്റെ കൂടെ അട കഴിച്ച്. നല്ല ടേസ്റ്റാന്ന് പറഞ്ഞു. മെഴുക്കുവരട്ടി കണ്ണന് വെക്കണ്ടല്ലോ, അവിയലും കൂടെ ഒക്കെ വേണമായിരുന്നു. ഈ ഇതിങ്ങ് ഇവിടോട്ട് വെച്ചേക്കാം. പിന്നെ എന്നാ ഇത് അടപ്പങ്ങ് മാറ്റിയത് മോനെ. ഈ അടപ്പ് ഇല്ല വിശക്കുന്ന അച്ഛൻ വരാൻ താമസിച്ചല്ല, അത് എൻ്റെ കുഴപ്പം കൊണ്ടല്ല. ഇപ്പോൾ ചേട്ടൻ വരാനായിട്ട് ഒരുപാട് താമസമായിരുന്നു. ഇപ്പോൾ കണ്ണന് വിശക്കുന്ന ഞാൻ കഴിച്ചോളെന്നൊക്കെ പറഞ്ഞു, എന്നിട്ടും കണ്ണൻ അച്ഛൻ വന്നിട്ട് കഴിക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഇന്ന് ഉച്ചയ്ക്ക് കുഞ്ഞിക്ക ഒരു ഊമ്പിരിക്ക സദ്യ ആയിരുന്നു. അച്ഛൻ്റെ തീരുമാനമായിരുന്നു ഇന്നിങ്ങനൊരു കുഞ്ഞായിട്ടൊരു സദ്യയൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൂടെ കഴിക്കാമെന്നൊക്കെ ഉള്ളത്. അപ്പോൾ എല്ലാവരും കൂടെ ഉള്ളപ്പോൾ ഒരു സന്തോഷമല്ലേ, ഇങ്ങനെ ചെറിയതാണേലും നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഇങ്ങനെ സദ്യ പോലൊക്കെ കഴിക്കുമ്പോൾ ഒരു സന്തോഷമാണ്. അങ്ങനെ പായസവും കാര്യങ്ങളും എല്ലാം ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയത്ത് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം.